ഹലോ, വെൽക്കം ടു മൈ ചാനൽ മൈലിൽ ക്രോഷേ. ഇന്ന് നമ്മൾ സിംഗിൾ ക്രോഷേ ആണ് പഠിക്കാൻ പോകുന്നത്. ആദ്യം തന്നെ സ്ലിപ്പ് നോട്ട് ചെയ്തെടുക്കാം. ജസ്റ്റ് ഒന്ന് ഫിംഗറിലൂടെ യാണ് ചുറ്റിക്കൊടുത്ത് ഉള്ളിലൂടെ കൊണ്ടുവരാം. ഇതിൻ്റെ ഒക്കെ ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ ക്ലാസ് 1 ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയിൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പൊ ഞാനിവിടെ ഒരു 23 ചെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങളൊരു 10 ചെയിനൊക്കെ ചെയ്താൽ മതിയാവും. ഓക്കെ, അപ്പോൾ ചെയിൻ സ്റ്റിച്ച് ചെയ്യാണ് യാൺ ഓവർ ചെയ്യുക, ലൂപ്പിലൂടെ ഹുക്കിനെ പുറത്തോട്ട് കൊണ്ടുവരാം. ഇതും നമ്മുടെ ക്ലാസ് 1 ഡീറ്റെയിൽഡ് ആയി പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇതിൽ എക്സ്പ്ലെയിൻ ചെയ്യാത്തത്. ഇനി നമുക്ക് സിംഗിൾ ക്രോഷേ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പൊ മുകളിൽ നിന്ന് എണ്ണി കൊടുക്കുമ്പോൾ രണ്ടാമത്തെ ചെയിനിലോട്ടാണ് നമ്മൾ ഹുക്ക് ഇൻസേർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഒരു ചെയിൻ സ്കിപ്പ് ചെയ്യുക. എപ്പോഴും സിംഗിൾ ക്രോഷേ ചെയ്യുമ്പോൾ ഒരു ചെയിൻ സ്കിപ്പ് ചെയ്യുക. രണ്ടാമത്തെ ചെയിനിലോട്ട് ഹുക്ക് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക. 2 ലൂപ്പ് കിട്ടും. ഒരു പ്രാവശ്യം യാൺ ഓവർ ചെയ്യുക. അതിനുശേഷം ആദ്യത്തെ ലൂപ്പ് വഴി മാത്രം ഹുക്കിനെ പുറത്തോട്ട് കൊണ്ടുവരാം, ആരോയിൽ കാണുന്നത് പോലെ. അപ്പോൾ എഗെയിൻ 2 ലൂപ്പ് ഉണ്ടാവും. ഇനി ഒരു പ്രാവശ്യം കൂടെ നമ്മൾ യാൺ ഓവർ ചെയ്ത് കൊടുക്കുക. 2 ലൂപ്പിലൂടെയും ഹുക്കിനെ പുറത്തോട്ട് കൊണ്ടുവരാം. ഇതാണ് ഫസ്റ്റ് സിംഗിൾ ക്രോഷേ. സെയിം പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യുക. നെക്സ്റ്റ് ചെയിനിലോട്ട് ഹുക്ക് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക. ഒരു പ്രാവശ്യം യാൺ ഓവർ ചെയ്തിട്ട് ആദ്യത്തെ ലൂപ്പ് വഴി ഹുക്കിനെ പുറത്തോട്ട് കൊണ്ടുവരാം. 2 ലൂപ്പ് കിട്ടും. എഗെയിൻ യാൺ ഓവർ ചെയ്യുക. 2 ലൂപ്പ് വഴിയും ഹുക്കിനെ പുറത്തോട്ട് കൊണ്ടുവരാം. ഇതാണ് സെക്കൻഡ് സിംഗിൾ ക്രോഷേ സ്റ്റിച്ച്. ഇതേപോലെ നെക്സ്റ്റ് ചെയിനിലോട്ട് ചെയ്ത് കൊടുക്കാം. നെക്സ്റ്റ് ചെയിനിലോട്ട് ഹുക്ക് ഇൻസേർട്ട് ചെയ്യാം. യാൺ ഓവർ ചെയ്യുക. ഫസ്റ്റ് ലൂപ്പ് വഴി മാത്രം ഹുക്കിനെ പുറത്തോട്ട് കൊണ്ടുവരിക. ഒരു പ്രാവശ്യം യാൺ ഓവർ ചെയ്യുക. 2 ലൂപ്പിലൂടെയും ഒരുമിച്ച് ഹുക്കിനെ പുറത്തോട്ട് കൊണ്ടുവരാം. ഇതാണ് നമ്മളുടെ മൂന്നാമത്തെ സിംഗിൾ ക്രോഷേ. ഇതേപോലെ നെക്സ്റ്റ് ചെയിനിലോട്ടും ഹുക്ക് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക. ഒരു പ്രാവശ്യം യാൺ ഓവർ ചെയ്തിട്ട് ഫസ്റ്റ് ലൂപ്പ് വഴി മാത്രം പുറത്തോട്ട് കൊണ്ടുവരാം. 2 ലൂപ്പ് കിട്ടും. എഗെയിൻ ഒരു പ്രാവശ്യം യാൺ ഓവർ ചെയ്യുക. 2 ലൂപ്പിലൂടെയും ഒരുമിച്ച് ഹുക്കിനെ പുറത്തോട്ട് കൊണ്ടുവരാം. ഇതാണ് നമ്മളുടെ നാലാമത്തെ സിംഗിൾ ക്രോഷേ. നെക്സ്റ്റ് ചെയിനിലോട്ട് ഹുക്ക് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക. ഒരു പ്രാവശ്യം യാൺ ഓവർ ചെയ്യുക. ആദ്യത്തെ ലൂപ്പ് വഴി മാത്രം ഹുക്കിനെ പുറത്തോട്ട് കൊണ്ടുവരിക. 2 ലൂപ്പ് കാണാൻ പറ്റും. ഒരു പ്രാവശ്യം യാൺ ഓവർ ചെയ്യുക. അതിനുശേഷം 2 ലൂപ്പിലൂടെയും ഹുക്കിനെ പുറത്തോട്ട് കൊണ്ടുവരിക. ഇങ്ങനെയാണ് നമ്മൾ സിംഗിൾ ക്രോഷേ ചെയ്തെടുക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ചെയിനിലോട്ട് ഹുക്ക് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക. ഒരു പ്രാവശ്യം യാൺ ഓവർ ചെയ്യുക. ആദ്യത്തെ ലൂപ്പ് വഴി മാത്രം ഹുക്കിനെ പുറത്തോട്ട് കൊണ്ടുവരിക. അപ്പൊ നമുക്ക് 2 ലൂപ്പ് കാണാം. ഒരു പ്രാവശ്യം യാൺ ഓവർ ചെയ്തെടുക്കുക. 2 ലൂപ്പിലൂടെയും ഹുക്കിനെ പുറത്തോട്ട് കൊണ്ടുവരാം. സിമ്പിളായിട്ട് ഇത്രമാത്രം മനസ്സിലാക്കുക. നമ്മൾ ചെയിനിലോട്ട് ഹുക്ക് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുന്നു. ഒരു പ്രാവശ്യം യാൺ ഓവർ ചെയ്തിട്ട് ആദ്യത്തെ ലൂപ്പ് വഴി മാത്രം പുറത്തോട്ട് കൊണ്ടുവരുന്നു. 2 ലൂപ്പ് നമുക്ക് കാണാൻ പറ്റും. ഇനി ഒരു പ്രാവശ്യം കൂടെ യാൺ ഓവർ ചെയ്യുന്നു. 2 ലൂപ്പിലൂടെയും പുറത്തോട്ട് കൊണ്ടുവരുന്നു. ഇങ്ങനെ സിമ്പിളായിട്ട് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ സിംഗിൾ ക്രോഷേ വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. ആദ്യം തന്നെ ചെയ്യുമ്പോൾ നമുക്ക് ചിലപ്പോൾ ശരിയാവണമെന്നില്ല. അപ്പോൾ നിങ്ങൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. വളരെ സ്പീഡായിട്ട് എളുപ്പത്തിൽ നമുക്ക് സിംഗിൾ ക്രോഷേ പഠിച്ചെടുക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, പ്രാക്ടീസ് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് നല്ലോണം സ്പീഡായിട്ട് സിംഗിൾ ക്രോഷേ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഈ നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഹാഫ് ഡബിൾ ക്രോഷേ സ്റ്റിച്ച് ആയിരിക്കും പഠിക്കാൻ പോകുന്നത്.
ഇതേപോലെ എല്ലാ ചെയിനിലോട്ടും സിംഗിൾ ക്രോഷേ ചെയ്തെടുക്കുക. അപ്പൊ നിങ്ങൾക്ക് ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമന്റ് ചോദിക്കുക. നല്ലോണം പ്രാക്ടീസ് ചെയ്യുക. അപ്പൊ വീഡിയോ ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പൊ നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.